നമ്മൾ പല വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു സ്പോൺസർഷിപ്പ് എന്താണ്, സ്പോൺസർഷിപ്പ് കമ്പനീസ് എന്താണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഏതൊരു മർച്ചൻ്റ് നേവി കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ജോബാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ജോബ് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, നമ്മൾ സ്പോൺസേർഡ് കമ്പനിയിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നതും. നമ്മൾ ഏതൊരു കോഴ്സിന് പോവുകയാണെങ്കിലും പ്രിഫർ സ്പോൺസേർഡ് കമ്പനീസ്. അപ്പോൾ സ്പോൺസേർഡ് കമ്പനീസിൻ്റെ ഇപ്പോൾ പല ലിസ്റ്റ് പറഞ്ഞായിരുന്നു. ആംഗ്ലോ ഈസ്റ്റേൺ, സിനർജി, തോമെ, അതേപോലെ ടോം ഷിപ്പിംഗ്, അതേപോലെ SCI, തൊളാനി, പിന്നെ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്, സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റ് ഈസ്റ്റേൺ, അങ്ങനെ പല സ്കോർപിയോ, അങ്ങനെ പല കമ്പനീസ് ഉണ്ട്. അപ്പം ഇപ്പോൾ GME ആയാലും ETO, അതേപോലെ DNS, ഈ കോഴ്സിനൊക്കെ എടുക്കുന്നതിന് മുന്നേ കോഴ്സ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചാടി കയറി ഇപ്പോൾ എടുക്കരുത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, സ്പോൺസേർഡ് കമ്പനി ചൂസ് ചെയ്യാം. എന്നിട്ട് ആ സ്പോൺസേർഡ് കമ്പനീൻ്റെ എക്സാം ഉണ്ടാവും. ഫസ്റ്റ് ആ എക്സാം അറ്റൻഡ് ചെയ്യുക. അതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ മെഡിക്കൽ നടത്തും. അവർക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അവരെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നമ്മളെ ഏതാണോ നമ്മൾ ചൂസ് ചെയ്ത കോഴ്സ്, ആ കോഴ്സ് പഠിപ്പിക്കും. ഇനി അതല്ല, അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, അവർ ഏതെങ്കിലും വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പഠിക്കും. ഫോർ എക്സാമ്പിൾ സിനർജിക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ തൊളാനി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം MSc അതേപോലെ IMIയിൽ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതേപോലെ മേഴ്സ്ക് പഠിപ്പിക്കുന്നത് അമറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ഒരിക്കലും പോയിട്ട് ഈ IMI, അമറ്റ്, തൊളാനി അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ട് ചേരരുത്. തൊളാനി സ്പോൺസർഷിപ്പ് ഉണ്ട്, പക്ഷേ ഈ അമറ്റ് അതേപോലെ IMI അങ്ങനത്തെ കോളേജിലൊന്നും ഡയറക്റ്റ് പോയി ചേരരുത്. സ്പോൺസർഷിപ്പ് എടുത്ത് സ്പോൺസർഷിപ്പ് എക്സാം പാസ്സായതിന് ശേഷം അവർ പ്ലേസ് ചെയ്യുന്ന കോളേജിൽ പഠിക്കുക. അപ്പം ഈ സ്പോൺസർഷിപ്പ് എന്നുള്ള ടേം എപ്പോഴും മനസ്സിൽ വെക്കുക. നമുക്ക് ജോബാണ് ഇമ്പോർട്ടൻറ്റ്, പ്ലേസ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എക്സാം പാസ്സാവാൻ, ഇൻ്റർവ്യൂ പാസ്സാവാനൊക്കെ. എന്ന് കരുതി ഷോർട്ട് കട്ട് എടുക്കാണ്ടിരിക്കുക. ഡയറക്റ്റ് കറക്റ്റ് വേ ത്രൂ മാത്രം പോവുക. നമുക്ക് ജോബാണ് ഇമ്പോർട്ടൻറ്റ്. സ്പോൺസേർഡ് കമ്പനീൻ്റെ ലിസ്റ്റ് ഞാൻ താഴത്തെ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ കമ്പനിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള, ഇപ്പോൾ DNSനുള്ള അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങൾ, അതേപോലെ GMAക്കുള്ള അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങൾ, അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസിന് വേണമെങ്കിൽ അതിനുള്ള ലിങ്ക്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വന്നാൽ അതിൽ നിന്നും തരാം. ഇതിൻ്റെ താഴത്ത് ഞാൻ ടെലഗ്രാമിൽ ലിങ്കും കൊടുക്കാം. ടെലഗ്രാമിൽ ഡയറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. ബാക്കി ഓരോ സെപ്പറേറ്റ് കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം ഞാനല്ലെങ്കിൽ അതിൽ അഡ്മിൻസ് ഉണ്ട്, അവർ മെസ്സേജ് റിപ്ലൈ തരുന്നതാണ്. അപ്പം കറക്റ്റ് വേ ത്രൂ പോവുക. നല്ലൊരു കരിയർ മാത്രം വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്, ദി മറൈൻ ട്രാവലർ.